നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പോൾ ഞാൻ എന്നുള്ളത് കണ്ടങ്കാവിലാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ യുദ്ധത്തെക്കുറിച്ച് ഞങ്ങളൊരു കാര്യം പറഞ്ഞു, അതും കറക്റ്റ് 7-ാം തീയതി തന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇനി മിസൈലുകളും കാര്യങ്ങളൊന്നും അയക്കില്ല എന്ന് പറഞ്ഞത് കറക്റ്റ് 7-ാം തീയതിയാണ്. 7-ാം തീയതി തന്നെ ഞങ്ങളിവിടെ പറഞ്ഞിരുന്നത്, അത് 10-ാം തീയതിക്കുള്ളിൽ നിന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾ വിദേശത്തുനിന്ന് പോലും നമ്മളെ വിളിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരോടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ ഇപ്പം നമ്മുടെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ തന്ത്രിയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഭയങ്കര സംശയങ്ങളാണ്. തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടോ, തന്ത്രിക്ക് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ പെട്ടത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച്. അപ്പം എന്തായാലും അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ടു. അപ്പം ഇനി ഞങ്ങൾ അടുത്ത തന്ത്രിയുടെ കാര്യമാണ്. ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ തന്ത്രിക്ക് സംഭവിച്ചത് എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയണത്. അപ്പോൾ നമ്മുടെ കൂടെ ജോത്സ്യൻ മോഹനേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക കേട്ടോ. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും കണ്ടങ്കാവിൽ നിന്ന് പറയുന്ന ഈ ജ്യോതിഷ വീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ വലച്ചിന്തയിലേക്ക് എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഞാനും ഈ സുധീഷ് ചെമ്പകശ്ശേരിയും അപ്പോൾ ഞങ്ങളെപ്പറ്റി പറഞ്ഞ് നിങ്ങളെ അറിയിപ്പിക്കേണ്ട ഒരു അവസ്ഥയില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ കൂടെ തന്നെ നമുക്ക് പല കാരണങ്ങളും കൊണ്ടും പലതും മനസ്സിലാക്കി തന്നിട്ടുള്ള ഈ അവസ്ഥയ്ക്ക് കണ്ടങ്കാവിൻ്റെ മുന്നിൽ വെച്ച് ചെയ്യുന്ന ഈ പ്രശ്ന വിധി തന്നെയാണ് അതിൻ്റെ പൂർണ്ണ കാര്യങ്ങളിൽ എത്തിപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ പല അയ്യപ്പ ഭക്തരും എന്നോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമലയിൽ തന്ത്രി, അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ തന്ത്രിയുടെ പങ്ക് എത്ര എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ ഭാവചിന്തയിൽ, അല്ലെങ്കിൽ രാശിഭാവത്തിലെ തന്ത്രിയുടെ പങ്ക് എന്ത് എന്ന് വളരെ വ്യക്തമായി ആരൂഢ പ്രകാരം കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ഈ വിഷയത്തിൽ ശബരിമലയിൽ അനവധി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് സ്വർണ്ണപ്പാളി മാത്രമല്ല, ധനനഷ്ടങ്ങളും അതുപോലെ തന്നെ അവിടെ കൈകാര്യം ചെയ്യുന്ന പലരും അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്ന് പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊന്നും പൂർണ്ണമായ ഒരു സമാധാനം കിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കേണ്ട ഒരു സ്ഥിതി തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ തന്ത്രിയിലെ ഈ സ്വർണ്ണപ്പാളിയിൽ നിന്ന് ഒരു പങ്ക് നേരിട്ട് അദ്ദേഹം കൈപ്പറ്റുകയോ അല്ലെങ്കിൽ അത് ഭവനത്തിലേക്ക് കൊണ്ടുപോയോ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും വാജിവാഹനം അങ്ങനെ ഒന്ന് അദ്ദേഹം കൊണ്ടുപോയത് നമുക്ക് തന്നെ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള അന്വേഷണങ്ങളും പൂർണ്ണമായും ഒരു വഴിത്തിരിവിലെത്തിക്കൊണ്ട് ഇന്ന ആളാണ് തെറ്റുകാരൻ എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഇപ്പോഴും എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രധാന പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിലും തന്ത്രിയുടെ പങ്ക് എന്ത് എന്നുള്ളതാണ് അറിയിക്കുന്നത്. അപ്പോൾ ഈ അയ്യപ്പ സേവാ സംഘം, അതുപോലെ തന്നെ അയ്യപ്പ ഭക്തർ, ഇവരുടെ നിരന്തരമായ ആവശ്യങ്ങൾ അനുകൂലിച്ചുകൊണ്ട് അവർക്കായി ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ വാജിവാഹനം അദ്ദേഹം ഭവനത്തിലേക്ക് എടുത്തുപോയി. എന്നിരുന്നാലും മറ്റുള്ള മുതലുകൾ അദ്ദേഹം കൈപ്പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും ഒരു ജയിൽ ശിക്ഷ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇതിൽ കാണേണ്ടത്. അപ്പോൾ അയാൾ തീർത്തും ജയിൽ ശിക്ഷയിൽ നിന്ന് മുക്തനാണ്. എന്നിരുന്നാൽ അതിൻ്റെ ആഘാതങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് ശാരീരിക ദോഷങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാനസികമായി തളർന്ന ഒരവസ്ഥയിലാണ് കാണുന്നത്. ഇത് അദ്ദേഹത്തിന് ശരിക്കും ഈ രാശിഭാവത്തിൽ സംഭവിക്കേണ്ട ഒരു സ്ഥിതി തന്നെയാണ്. അതാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിച്ചത്. എന്നാൽ ഇനി തുടർന്ന് അദ്ദേഹത്തിന് ഒരു ജയിൽ ശിക്ഷ ഇല്ലെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകളും അതുകൊണ്ട് ചില ദേഹദോഷങ്ങളും സംഭവിച്ചുകൊണ്ട് ഒരു ജീവിത സങ്കടത്തിലാണ് അദ്ദേഹം കടന്നു പോകുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ട് എന്നുള്ളത് കൂടി വിസ്തരിച്ച് കാണുമ്പോൾ ദക്ഷിണ
ഈ ദക്ഷിണ എന്ന് പറയുന്നതും പണം തന്നെയാണല്ലോ. അത് ഇടനിലക്കാരായിക്കൊണ്ടോ അല്ലെങ്കിൽ നേരിട്ടോ ഈ ദക്ഷിണ മാർഗത്തിൽ എത്തിപ്പെട്ടിയ ധനങ്ങള് ഒരു സംഖ്യ കാണുമ്പോൾ അതും അയ്യപ്പൻ്റെ പേരിൽ വാങ്ങിയത് കൊണ്ട് ചില വിഷമങ്ങൾ അല്ലെങ്കിൽ വിഷമഘട്ടത്തിൽ കൂടെ അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വന്നത് അദ്ദേഹത്തിന് തീർത്തും ചില സങ്കടാവസ്ഥകൾ തന്നെയാണ് കാണുന്നത്. അതാണ് ഇതിനൊരു കാരണങ്ങളായിട്ട് ഞങ്ങൾ പ്രശ്ന ചിന്തയിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ദേഹദോഷം, അതുപോലെ തന്നെ ആയുർദോഷം, അതുപോലെ തന്നെ ഔഷധ സേവ, ഇതൊക്കെ നിരന്തരം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ട് ശരീരം സംരക്ഷിക്കേണ്ടതും മനസ്സ് സംരക്ഷിക്കേണ്ടതും ഒരവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ അന്വേഷിച്ച വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കോ തെറ്റുപറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഒരു എവിഡൻസ് അല്ലെങ്കിൽ ഒരു തെളിവ് കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ തന്ത്രിയിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ വരും കാലങ്ങളിലും ശബരിമലയിൽ ഒരുപാട് തർക്കങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അത് എത്തരത്തിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമുക്കറിയാം ഒരു അഗ്നിദോഷങ്ങൾ വന്നതും അതിനുശേഷം ഒരു മാറ്റങ്ങൾ വരുത്തിയതും എല്ലാം അറിയാം. അപ്പോൾ ശബരിമലയിൽ ഇനി എന്ത് മാറ്റം എന്നാണ് തീർച്ചയായിട്ടും ഈ തന്ത്രി കുടുംബങ്ങളോ അല്ലെങ്കിൽ തന്ത്രി കുടുംബങ്ങളിൽ നിന്ന് മറ്റൊരു വ്യക്തിയോ ശബരിമലയിൽ എത്തിപ്പെടുമ്പോൾ തീർത്തും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഭക്തരുടെ സമാധാനത്തിനായിട്ടുള്ള വഴിയിൽ കൂടെ തന്നെയാണ് സഞ്ചരിക്കുക. അതുകൊണ്ട് വരും കാലങ്ങളിൽ ഈ ശബരിമല വിഷയത്തിൽ ഭക്തർക്ക് ആശങ്ക വേണ്ട എന്നുള്ളതാണ് ഞങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഏത് വഴിയിലെത്തും എന്ന് ഒരിക്കൽ കൂടി പറയാം. പൂർണ്ണമായ വ്യക്തമായ ഒരു തെളിവോടുകൂടെ എത്തിപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവേണ്ടത്. എന്നാൽ ഇതിൻ്റെ കാര്യകാരണങ്ങൾ എത്തിപ്പെടുമ്പോൾ അതിൽ ചിലതൊക്കെ നാശമായിപ്പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാണുന്നത് തെളിവുകൾ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഉത്തരവാദികൾ ആരെന്ന് സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെ കണ്ടെത്തിക്കൊണ്ട് അതിനൊരു പരിഹാര മാർഗത്തിൽ എത്തിപ്പെടും എന്നുള്ളത് നമുക്ക് സമാധാനിക്കാം. അപ്പം അതെങ്ങനെ, ഏതു തരത്തിൽ ഇതിൽ എത്തിപ്പെട്ട എല്ലാവർക്കും ഇതിൻ്റേതായ ചില ദോഷവശങ്ങൾ അനുഭവിച്ചുകൊണ്ട് അത് ആരായാലും എത്ര ഉയർന്നവരായാലും അതിൻ്റേതായ ചില ദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് സങ്കട ദുരിതത്തോടുകൂടെ ജീവിതം നീക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഭക്തരാവുന്ന അയ്യപ്പ ഭക്തർക്ക് മനസ്സിലാവും വിധത്തിൽ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.